Hi students, double entry സിസ്റ്റത്തിൽ എവറി ട്രാൻസാക്ഷന് രണ്ട് അക്കൗണ്ടിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നിന് ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, രണ്ടാമത്തെ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ദെൻ റവന്യൂ അഥവാ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസസ്. ഇതിൽ ഈ അക്കൗണ്ടുകളിൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് അഥവാ ക്രെഡിറ്റ് ചെയ്യും. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതർ ഇൻക്രീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഇൻക്രീസ് വരുമ്പോൾ എന്താണ് ചെയ്യുക, ഡിക്രീസ് വരുമ്പോൾ എന്താണ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അസറ്റും എക്സ്പെൻസും ഒരേപോലെ ആയിരിക്കും ഈ കേസിൽ ബിഹേവ് ചെയ്യുന്നത്. കാരണം അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും, അതുപോലെയാണ് എക്സ്പെൻസസും. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും. But liability, capital and revenue behave in the same way. അതായത് ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അതിന് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അത് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫർണിച്ചർ, ഒന്ന് ക്യാഷ്. രണ്ടും അസറ്റ്സ് അക്കൗണ്ട് ആണ്. ഒന്ന് ഇൻക്രീസ് ആവുകയാണ്, അത് ഫർണിച്ചറാണ്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഒന്ന് ഡിക്രീസ് ആവുകയാണ്, അത് ക്യാഷ് ആണ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ഡബിൾ എൻട്രി. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റെൻ്റൽ ഇൻകം ഇൻ ക്യാഷ്. റെൻ്റൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് അക്കൗണ്ടാണുള്ളത്. ഒന്ന് റെൻറ്റ് ഇൻകം, ദെൻ ക്യാഷ്. ക്യാഷ് കിട്ടി, അതായത് ക്യാഷ് ഇൻക്രീസ് ആയി, അസറ്റ് ഇൻക്രീസ് ആയി, അതിനെ ഡെബിറ്റ് ചെയ്തു. റെൻറ്റ് ഒരു റവന്യൂ ആണ്, ഒരു ഇൻകം ആണ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. മെമ്മറി റൂൾ എന്ന് പറഞ്ഞാൽ അസറ്റും എക്സ്പെൻസിനും ഒരേ റൂളായിരിക്കും. ലയബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഒരേ റൂളായിരിക്കും. താങ്ക് യു.